ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായ കുക്കിംഗ് അറ്റ് മേഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നെല്ലിക്ക ഉപ്പിലിട്ടതാണ്. ഇപ്പം ധാരാളം നെല്ലിക്ക കിട്ടുന്ന സമയമാണ്. ഇപ്പം നമ്മൾ ഈ സമയത്തൊക്കെ വാങ്ങി ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുറേ നാൾ ഉപയോഗിക്കാം. ഇത് ഒട്ടും കേടാകാതെ പൂത്തുപോകാത്ത രീതിയിലൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കുന്നത്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുക സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ല. ഇനി നമുക്ക് ഈ നെല്ലിക്ക ഉപ്പിലിട്ടത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉപ്പിലിട്ടാൻ ആവശ്യമുള്ള നെല്ലിക്ക നന്നായിട്ട് പുറമെല്ലാം കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം തുടച്ച് കളയണം. ഇനി വേണ്ടത് പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക്. ഞാനിവിടെ കാന്താരി മുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പുപൊടി. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നെല്ലിക്കയുടെ പുറം കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നെല്ലിക്ക വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നെല്ലിക്കയുടെ പുറമൊക്കെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാന്താരി മുളകും കൂടി ഇട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കാന്താരി മുളക് ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് വഴറ്റിയാൽ മതി. അതിനുശേഷം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. കോരി മാറ്റിയ നെല്ലിക്കയും കാന്താരി മുളകും നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം. ഇനി നമുക്ക് നെല്ലിക്ക വഴറ്റിയ പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഞാനിവിടെ ആകെ 10 നെല്ലിക്ക ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾ കൂടുതൽ നെല്ലിക്ക ഉപയോഗിക്കണമെങ്കിൽ അതനുസരിച്ച് വെള്ളം കൂടുതൽ ചേർക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളക്കാൻ അനുവദിക്കണം. വെള്ളം ഒരു 2-3 മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെള്ളം തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്കയും കാന്താരിമുളകും തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ഉപ്പിലിടാൻ ഉപയോഗിക്കുന്ന കുപ്പി നല്ലതുപോലെ കഴുകി ഉണക്കിയതായിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് നെല്ലിക്കയൊക്കെ പൂത്തു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നെല്ലിക്ക എല്ലാം കുപ്പിയിലേക്ക് ഇട്ട് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ഉപ്പൊക്കെ ഇട്ട വെള്ളം ആറിയതിന് ശേഷം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. അതും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് എപ്പോഴും നെല്ലിക്കയുടെ മേലിൽ വെള്ളം നിൽക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ ഉപ്പിലിട്ടയിലേക്ക് ഒരു 1/4 കപ്പ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർക്കുന്നത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചേർത്താൽ മതി. വിനാഗിരി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. വിനാഗിരി ചേർക്കുമ്പോൾ പൂക്കാതെ കുറേ നാൾ ഇരിക്കും. അതിനുവേണ്ടിയാണ് വിനാഗിരി ചേർക്കുന്നത്. ഇപ്പം നെല്ലിക്കയുടെ മേലിൽ കുറച്ച് വെള്ളം കുറവാണ്. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഉപ്പിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ എപ്പോഴും വെള്ളം ഇങ്ങനെ മേലിൽ നിൽക്കണം. ഇനി ഉപ്പിലിട്ട് നമുക്ക് മൂടി മാറ്റി വെക്കാം. ഈ ഉപ്പിലിട്ട് നമുക്ക് അടുത്ത ദിവസം മുതൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഇത് കുറച്ച് ദിവസം ഇരിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. നമുക്കൊരു നെല്ലിക്ക എടുത്ത് കയ്യിൽ വെച്ച് നോക്കാം. പുറമൊക്കെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വെറുതെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി നമുക്ക് കാണാം. താങ്ക് യു.